ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് വീഡിയോ കാണും നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നമ്മൾ കാണുക ഫസ്റ്റ്. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നമുക്ക് ഇതുപോലെയൊക്കെ എന്റെ വീഡിയോകളിൽ നിങ്ങൾ കാണുന്ന പോലെ ഫ്രണ്ടിലായിട്ട് ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ചിത്രങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾക്ക് സാധാരണ വീഡിയോ ആയിരിക്കും ലഭിക്കുക. അത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. മൊബൈലാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ മൊബൈലിലേക്ക് തിരിയുന്നതെന്ന് മാത്രം. ഓക്കെ, നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ മെനുവോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന 3 ഡോട്ട് മാർക്കോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു ഭാഗം കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗിൻ ഐഡി കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി അപ്ലോഡ് ചെയ്താണെങ്കിൽ അപ്ലോഡ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഷെഡ്യൂൾ ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഷെഡ്യൂൾ ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്തതാണെങ്കിൽ ഇവിടെ അപ്ലോഡ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്തതാണെങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 6 hours എന്നുള്ളൊരു ഭാഗം കാണാം. അല്ല സമയം ഒരു കാണിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അത് ജസ്റ്റ് ആണ് ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇപ്പം ഷെഡ്യൂൾ ചെയ്തൊരു പോസ്റ്റാണ്, അതുകൊണ്ട് ഷെഡ്യൂൾ പോസ്റ്റ് ഞാൻ എടുക്കുകയാണ്. ഇനി അങ്ങോട്ട് വരുന്നവർക്ക് ബാക്കി ഏകദേശം സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നത്. ഇപ്പൊ ഷെഡ്യൂൾ പോസ്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്കാണെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്താണ് നിങ്ങൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി മുതൽ എനിക്ക് വരാൻ പോകുന്ന സ്റ്റെപ്സുകളായിരിക്കും നിങ്ങൾക്ക് വരിക. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതിന്റെ ഭാഗം നിങ്ങൾക്ക് കാണും. ഇവിടെ സ്ക്രോളിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഡേറ്റ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത ഒരു പുതിയ പേജിലേക്ക് ഇത് ഓപ്പൺ ആയി വരുന്നതാണ്. അടുത്തൊരു പുതിയ പേജ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഡൗൺലോഡ് HD, ഡൗൺലോഡ് ST, എഡിറ്റ് ദിസ് വീഡിയോ, എംബഡ് നിങ്ങൾ ഒരുപാട് ഭാഗങ്ങൾ കാണാം. എംബഡിന് തൊട്ട് മുകളിലായിട്ട് എഡിറ്റ് ദിസ് വീഡിയോ എന്നുള്ളൊരു ഭാഗം കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ചെറിയൊരു പോപ്പ് ബോക്സ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇവിടെ കാണാം. അതിന്റെ ഭാഗത്തായിട്ട് കസ്റ്റം എന്നുള്ളൊരു പേര് ചെറിയൊരു ചിത്രം, ഒരു ക്യാമറയുടെ ഒരു ബട്ടൺ, ഒരു കസ്റ്റം എന്ന ഇത് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗാലറി ഓപ്ഷൻ, നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ഗാലറിയിൽ നിന്നും ഏത് ചിത്രമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ താഴെയായിട്ട് സേവ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ ഇത് പേജ് കംപ്ലീറ്റ് ആയിട്ട് ഇത് സേവ് ആയി വരുന്നതാണ്. ഇപ്പൊ ഇതുപോലെ അടുത്ത പേജിലേക്ക് റീഫ്രഷ് ആയി കഴിഞ്ഞാൽ അത് സേവ് ആയി എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ നിങ്ങൾക്ക് ഏതൊരാളും പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ നമ്മൾ കൊടുത്ത ചിത്രമായിരിക്കും പ്രിവ്യൂ എന്ന രീതിയിൽ കാണാൻ സാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് കൂട്ടുകാർ ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി. മൈ